ഉണ്ണി നല്ലൊരു ഇളനീരും കിട്ടുള്ളൂ. ഉണ്ണിക്കൊരു NOC ശരിപ്പെടുത്താൻ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു മണ്ണാങ്കട്ടയും വേണ്ട. കൊച്ചു പയ്യനല്ലേ, വിവരമില്ലാഞ്ഞിട്ടാ. നിനക്കാ വിവരമില്ലാത്തത്. കണ്ടവന്റെ എച്ചിലും തിന്ന് നടക്കുന്നു നിനക്ക്. ആ വാദ്യാരുടെ കയ്യിലാവുള്ളു. പിന്നെ വഴിയൊക്കെ ഉണ്ട്. ഇച്ചിരി ചിക്കിരി ചെലവാക്കേണ്ടി വരും. എന്നാ പിന്നെ വാദ്യാരെ അടിച്ചാത്താക്കാനുള്ള ആളുകൾ നമ്മുടെ കയ്യിൽ. അവനെവിടെ? മോള് കാപ്പ് കുടിച്ചോ? വേണ്ട അച്ഛാ, അവക്ക് അവിടെ ഉണ്ട്. അച്ഛൻ കഴിച്ചാ മതി. മോളെ, ഒന്നുമില്ലെങ്കിലും ഈ സ്നേഹമാണ് എന്നെ. അമ്മണി വരും. ഉടനെ പോയി ജോയിൻ ചെയ്യണമെന്ന് നന്ദിനിയോട് പറയണം. ദൂരെ പോയി ജോലി ചെയ്യുന്നതിൽ അച്ഛന് വിഷമൊന്നുമില്ലല്ലോ. വിഷമിച്ചാൽ പറ്റൂ സർ, ആറ്റുനോട്ട് കിട്ടിയതല്ലേ. ശരി, ഉണ്ണി വീട്ടിലേക്ക് വയ്ക്കൂ. എനിക്ക് വേറൊരു വഴി വരെ പോകാനുണ്ട്. ഭാഗ്യവാൻ. പണ്ടത്തെ മാരാരുടെ ചെണ്ടയ്ക്കായിരുന്നു പ്രസിദ്ധി. ഇപ്പോഴോ? ഇപ്പൊ പ്രസിദ്ധി മോൾക്കല്ലേ. തകൃതിയായി കൊട്ടി നടക്കല്ലേ പരദേശി വാദ്യാര്. നമുക്കൊന്ന് നോക്കിക്കളെ. ഒന്ന് വന്നേച്ച് പോണേ സാറേ. എന്നെ വിളിച്ചോ? വിളിച്ചു. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമല്ല, തെമ്മാടിത്തം കാണിക്കുന്നവനെ പഠിപ്പിക്കാനും അറിയാം. ആ സാറ് നല്ല സ്നേഹമുള്ളവനാ. ഇക്കാലത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ്. എനിക്ക് ജോലി കിട്ടുന്നതിൽ എന്നെക്കാൾ താല്പര്യം സാറിനാണ്. ഇവിടെ ചവിട്ടുപടി ഉണ്ടായിരുന്നല്ലേ? എന്താ നോക്കുന്നത്? മൂക്കറ്റം കുടിച്ചിട്ട് കയറി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ഇല്ല, അത്രക്ക് ത്യാഗം ഞാൻ സഹിക്കുന്നുണ്ട്. അയ്യേ, ഇത് എന്തിന്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ.
എന്റെ ഗുരുവായൂരപ്പാ. എന്റെ ദുഃഖം കാരണം ഞാൻ കുടിച്ചു. അതെടി, ആ ജയേന്ദ്രൻ മാസ്റ്ററെ അവന്മാരെല്ലാരും ചേർന്ന് നന്നായിട്ട് തല്ലി. ഞങ്ങൾ പോയി നോക്കട്ടെ. ഒന്ന് പോയി നോക്കിട്ട് വാ മക്കളെ. വാ. സാർ പറ്റിയോ? എനിക്കോ? ആര് പറഞ്ഞു? തൽക്കാലം യാതൊരു കുഴപ്പമില്ല. ഈ രാത്രി എന്തിനാ ഇങ്ങോട്ട് പിടിച്ചാടി വന്നത്? എന്തിന്? ആണ് തമ്മിൽ തല്ലുന്നതിനിടയ്ക്ക് പെണ്ണുങ്ങൾക്ക് എന്താ എപ്പോഴും തമാശ. ആ ടോണി, തന്റെ തമാശ ഇഷ്ടമല്ല. സത്യം പറഞ്ഞ ഈ വരൂ. അതാ നല്ലത്. രാവിലെ ആ മോളെ, നിനക്ക് ഞാനൊന്നും പറഞ്ഞു തരേണ്ടതില്ല. ഉണ്ണി എന്നാലും വൈ. അപ്പൊ ഞാൻ പോട്ടെ. ചേച്ചി അമ്മണി. ജയചന്ദ്രൻ നന്ദിനിയുടെ വീട്ടിനടുത്താണോ താമസിക്കുന്നത്? ഇവിടെ പരിചയക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള ഹോസ്റ്റലിൽ താമസിക്കാം. കൃത്യനിഷ്ഠയോടും ആത്മാർത്ഥതയോടും കൂടി അവനവന്റെ ജോലി നിർവഹിക്കുക. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ സ്വഭാവം അറിയാമല്ലോ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നന്ദിനി വിദ്യാർത്ഥികൾക്കൊരു മാതൃകയായിരിക്കുവാൻ ശ്രദ്ധിക്കുക. വീഴ്ചകളൊന്നും വരാതെ സൂക്ഷിച്ചോളാം. വെരി ഗുഡ്. അയ്യപ്പ, ടീച്ചർ ഹോസ്റ്റലൊന്ന് കാണിച്ചു നോക്കൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്ദിനി, Will I be pretty? Will I be rich? Is what she said.